പോലീസിനെ കണ്ട് ഭയന്ന് പിന്നോട്ടെടുത്തപ്പോൾ മതിലിടിച്ച വാഹനത്തിൽ നിന്ന് 4 കിലോയിലധികം കഞ്ചാവ് പോലീസ് പിടികൂടി. തിരൂർ ബീരാഞ്ചിറയിലാണ് സംഭവം. 2 തിരൂർ സ്വദേശികളെ കഞ്ചാവ് കടത്തിന് അറസ്റ്റ് ചെയ്തു. കേരളത്തിന് പുറത്തുനിന്ന് കേരളത്തിലേക്ക് സ്ഥിരമായി കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ അംഗങ്ങളാണ് ഇരുവരും. തിരൂർ ബീരാഞ്ചിറ ചിറപ്പറപ്പൂർ ഭാഗത്ത് കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. പോലീസിനെ കണ്ട് വെട്ടിച്ചു പോകാൻ ശ്രമിക്കവേ മതിലിടിച്ച കാറിൽ നിന്ന് 4 കിലോയിലധികം കഞ്ചാവാണ് പോലീസ് പിടിച്ചെടുത്തത്. അപകടമുണ്ടായതോടെ കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച 2 യുവാക്കളെ സാഹസികമായി പോലീസ് കീഴടക്കുകയായിരുന്നു. തിരൂർ സ്വദേശികളായ മുഹമ്മദ് ഷാനിൽ, അമൽ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത്. ബീരാഞ്ചിറ പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗിനിടെയാണ് സംശയാസ്പദമായ സാഹചര്യത്തിൽ നിർത്തിയിട്ട കാറ് പോലീസ് ശ്രദ്ധിച്ചത്. പോലീസിനെ കണ്ട് പരിഭ്രാന്തരായ യുവാക്കൾ കാർ പെട്ടെന്ന് പുറകോട്ടെടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. 50 മീറ്ററോളം പുറകോട്ട് പോയ കാർ നിയന്ത്രണം വിട്ട് കനാലിന്റെ മതിലിലും ഫുട്പാത്തിലും ഇടിച്ച് നിൽക്കുകയായിരുന്നു. ഇതോടെ കാറിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇരുവരെയും പോലീസ് സംഘം സാഹസികമായി കീഴ്പ്പെടുത്തി. ചെറിയ പറപ്പൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ എൻ്റെ നിസ്കാരപ്പള്ളിയുടെ അടുത്തൊരു കാറ് കിടക്കുന്നുണ്ടിട്ട് എസ് ഐ പാർട്ടിയും കൂട്ടിയിട്ട് അത് പരിശോധിക്കാൻ വേണ്ടി ചെന്ന സമയം അവരപ്പം ഈ വണ്ടി സ്റ്റാർട്ടിങ്ങിലായിരുന്നു. വണ്ടിയിൽ 2 പേരുണ്ടായിരുന്നു. ചെന്ന് നമ്മൾ പോലീസ് സമീപത്തെത്തിയ സമയം തന്നെ വലിയ സാഹസികമായിട്ട് അത് ആ വണ്ടി റിവേഴ്സ് ഗിയറിലിട്ട് ഭയങ്കര ട്രാഷായിട്ട് പുറകോട്ട് എടുത്ത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം നടത്തി. ഇവന്മാര് അതിൻ്റെ ഇടയ്ക്ക് ഡോറ് തുറന്ന് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പോലീസുകാരുടെ ഇടപെടൽ കൊണ്ട് അവരെ പിടിച്ചു നിർത്തി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വാഹനത്തിൽ നിന്ന് 4 കിലോ 200 ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തു. ഇരുവരും സ്ഥിരമായി സംസ്ഥാനത്തിന് പുറത്തുനിന്ന് കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന സംഘത്തിൽപ്പെട്ടവരാണെന്ന് പോലീസ് വ്യക്തമാക്കി. തിരൂർ CI അനിൽകുമാർ T മേപ്പള്ളി, SI സുജിത് തെന്നാർ, SI ജിഷ്ണു, CPOമാരായ അനന്തു, ആദർശ്, ആശിഷ്, സ്റ്റീഫൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ന്യൂസ് മലയാളം, മലപ്പുറം.